പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബ്യൂല ജെയ്സൺ. എൻ്റെ വീട് അഞ്ചൽ ചണ്ണപ്പേട്ട, കൊല്ലം അഞ്ചൽ ചണ്ണപ്പേട്ടയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ വിവാഹിതയാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർക്കിപ്പോൾ 3 വയസ്സുണ്ട്. ദൈവകൃപയാൽ ദൈവം ഞങ്ങളെ നടത്തുന്നു. എൻ്റെ ജീവിത അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ എനിക്ക് വർണ്ണിച്ചിടാൻ നാവുകളില്ലായേ എന്ന് പറയത്തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ ജയോത്സകരമായും നടത്തി. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളാൽ നല്ലൊരു ശിക്ഷണത്തിൽ തന്നെ വളർത്തിയെടുക്കുവാൻ ദൈവം അവർക്ക് സാധിച്ചു. അവർ ദൈവഭയത്തിലും പത്യോപദേശത്തിലും എന്നെ വളർത്തിയെടുത്തു. എനിക്ക് 3 സഹോദരങ്ങളാണുള്ളത്. ഒരു സഹോദരിയും 2 സഹോദരന്മാരും. ഞങ്ങൾ അവിടെ അസംബ്ലീസ് ഓഫ് ഗാഡ് ചണ്ണപ്പേട്ട ചർച്ചിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരുന്നു. അവിടുത്തെ സൺഡേ സ്കൂളും അതുപോലെ തന്നെ അവിടുത്തെ പുത്രികാ സംഘടനകളിലെല്ലാം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2012 എൻ്റെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം, ഞാനൊരു BS നേഴ്സിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഞാൻ BS നേഴ്സായിരുന്നു. അപ്പോൾ BS നേഴ്സിംഗ് കഴിഞ്ഞ് എൻ്റെ 2012 ഞാൻ വിവാഹിതയായി. ഞാൻ വിവാഹം കഴിച്ചത് ചെന്നൈയിലുള്ള ഒരു ജെയ്സൺ വർഗീസ് എന്ന വ്യക്തിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതിനുശേഷം 2012 ജൂലൈയിലാണ് ഞാൻ വിവാഹിതയായത്. 2013 ലാസ്റ്റോടുകൂടി, അതായത് നവംബർ മാസം, ഞാൻ സൂററ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനോട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ സൂററ്റിലായിരുന്നു. ഗുജറാത്ത് സൂററ്റ് പ്രദേശത്ത് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുന്ന വഴിക്ക് എനിക്കൊരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടാകാനിടയായി. എനിക്ക് അന്നേരം എന്നെ സംബന്ധിച്ച് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അന്നേരത്തെ സിറ്റുവേഷനിലില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞൊരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി തലയ്ക്ക് തലവേദന അനുഭവപ്പെട്ടു തുടങ്ങി. ചെറിയ തോതിൽ നിന്നല്ല, നല്ല രീതിയിൽ പെയിൻ, ഓരോ ദിവസവും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് പെയിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഞാനങ്ങനെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഡോക്ടർ, എനിക്ക് തലവേദന സഹിക്കാൻ വയ്യ, എനിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ എൻ്റെ റിക്വസ്റ്റിനെ മാനിച്ച് അവർ മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ്സ് എനിക്ക് തരാൻ തുടങ്ങി. ഇത് കഴിച്ചിട്ടൊന്നും എൻ്റെ തലയ്ക്കകത്ത് വേദന മാറുന്നില്ല. ഞാൻ ഇരുന്ന് ഓരോരുത്തരെയും കൊണ്ട് തലയിൽ ഇങ്ങനെ തട്ടി ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നത് പോലെ തലയിൽ എൻ്റെ തലയൊന്ന് തട്ടിത്തരാമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെയധികം, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഞാൻ അതിനോടൊപ്പം തന്നെ എൻ്റെ സംസാരശേഷിക്ക് ചെറിയ തോതിൽ മിസ്റ്റേക്സ് വന്നു തുടങ്ങി. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് സംസാരിക്കാൻ കഴിയാതെ വരികയും ഒരുമാതിരി എൻ്റെ സൗണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ വാച്ച് ചെയ്തപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് വീഴുന്നുണ്ട്. ഒരു കാല് പെട്ടെന്ന് സ്ലിപ്പാവുന്നു, മടങ്ങിപ്പോകുന്നു. ഇതെന്താണ് റീസൺ എന്ന് മനസ്സിലാകുന്നുമില്ല. ഞാൻ ഇതുപോലെ ഓരോ സാധനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊക്കി ഉയർത്തുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് താഴെ പോവുകയാണ്. ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് സൈൻസ് ഇങ്ങനെ കാണിച്ചു. 1 മാസം എന്നെ വിട്ട് കടന്നു പോയി. നവംബറിൽ ഈ ആക്സിഡൻറ്റ് നടന്നെങ്കിൽ ഡിസംബറിലും അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഓൺ ആൻഡ് ഓഫ് സൈൻസ്. ജനുവരി മാസം ഏകദേശം അവസാനത്തിലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന അതിഭയങ്കരമായി. എനിക്ക് ഇതുപോലുള്ള സിംറ്റംസ് ഉണ്ട്, സൈൻസ് ഉണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്കെന്തോ ഡൗട്ടുണ്ട്, നിങ്ങൾ എൻ്റെ MRI ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞ്, ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ട്, ഞാനൊരു നേഴ്സായതുകൊണ്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ എന്നെ അഡ്മിറ്റാക്കി. അതിൻ്റെ തലേദിവസം രാത്രി, അതായത് നാളെയാണ് ഞാൻ അഡ്മിറ്റ് ആവുന്നെങ്കിൽ തലേദിവസം രാത്രി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അന്ന് നൈറ്റ് ഡ്യൂട്ടിയിൽ എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര തലവേദനയും എന്നെ കൊണ്ട് ഒരു BP അപ്പാരറ്റസ് പോലും എൻ്റെ കൈകൊണ്ട് ഉയർത്താൻ പറ്റാത്തൊരു നിലയിലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ കടന്നു വന്നിട്ടാണെങ്കിലും രാവിലെ അഡ്മിറ്റ് ആവാൻ പോകുന്നെന്ന് അറിഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്നാലാവോളം ചെയ്തിട്ട് ഞാൻ
രാവിലെ പോയി അഡ്മിഷൻ എടുത്തപ്പോൾ അവർ ആദ്യം ഒന്നും വന്ന് ചോദിക്കുന്നുണ്ട്, പ്രഗ്നൻ്റ് ആണോ? ഞാൻ പറഞ്ഞു അല്ല, പ്രഗ്നൻ്റ് അല്ല ഞാൻ എന്താ അവരോട് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ഏതാണ്ട് ഒരു 5 മണിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി എന്നെ, സൗദിയിൽ നേഴ്സായിരുന്നു, മമ്മി എന്നെ ഫോൺ ചെയ്തു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, പിന്നീട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ സംസാരം മാറി ഈ ഒരു സൗണ്ട് മാത്രം എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങി. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് എല്ലാവരും പാനിക്കായി. എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് എഴുന്നേറ്റ് ഡോക്ടറോടെന്ന് പറഞ്ഞു അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ വന്ന് നോക്കുമ്പോൾ കൈക്കും ബലം കുറഞ്ഞു തുടങ്ങി. പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, നീ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് പൊക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു കാലെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂവ്മെൻ്റ് ഇല്ലാത്തൊരു ലെവലിലായി. പെട്ടെന്ന് തന്നെ എന്നെ MRIക്ക് വേണ്ടി ഡോക്ടർ ഷിഫ്റ്റ് ചെയ്തു. അന്നേരം MRIക്ക് എന്തോ തിരക്കുള്ളതുകൊണ്ട് അന്നേരം എന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് തന്നെ എന്നെ ഷിഫ്റ്റ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴും എനിക്ക് പെട്ടെന്ന് ഓൺ ആൻഡ് ഓഫ് സൈൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിന്നെയും സംസാരശേഷി നഷ്ടപ്പെട്ടത് തിരിച്ചു വന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അന്നേരം എൻ്റെ കൂടെ ഇരുന്നവർ പറഞ്ഞു, ഇവള് ചുമ്മാതെ കാണിക്കുക, ഇവക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോഴും ഞാൻ ചിരിച്ച് അതിനെ ഇത് വിട്ടു. പക്ഷേ റിപ്പോർട്ട് കണ്ട ഉടനെ തന്നെ, ഫിലിം കണ്ട ഉടനെ തന്നെ അവരെന്നോട് ആവശ്യപ്പെട്ടു, എൻ്റെ ഹസ്ബൻഡിനോട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ആ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ഈ ഫിലിം അങ്ങോട്ട് എടുത്ത് നോക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്നെ ICUവിലേക്ക് പ്രവേശിപ്പിച്ചു. ICUവിൽ കൊണ്ട് ഞാൻ അവിടെ സൈഡിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോടൊന്ന് ചോദിച്ചു, ഡോക്ടർ ഫിലിം എല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, അവൾ നേഴ്സല്ലേ, അവളോട് ഞാൻ അറിയിക്കട്ടെ എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഈ എന്താണ് അസുഖം എന്ന് എന്നോട് പറയാനിടയായി. ഞാൻ ചോദിച്ചു, എന്തോ അസുഖം ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് തലയ്ക്കകത്ത് ബ്ലഡ് ക്ലോട്ടാണ്, സെറിബ്രൽ ഹെമറേജ് ആണെന്ന് എന്നോട് പറഞ്ഞു. ഇതെന്നോട് പറയുകയും പെട്ടെന്ന് അന്നത്തെ ഷോക്കാണോ എന്താണോ അറിയില്ല, അന്നേരം എനിക്ക് ഫിക്സ് വരികയും ഈ ഒരു റൈറ്റ് സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡിലേക്ക് കോടി, ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോകാനിടയായി. പിന്നെ എൻ്റെ കൈ പൊക്കിയിട്ടില്ല, കാലുകൾ പൊങ്ങിയിട്ടില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വേറൊരവസ്ഥയിലേക്ക് വന്നു. നോക്കിയപ്പോൾ ഇതിൻ്റെ നടുവിലത്തെ ലൈൻ, ബ്രെയിനിൻ്റെ നടുവിലത്തെ ലൈൻ കംപ്ലീറ്റ്ലി ഷിഫ്റ്റഡ് ആണ്. അങ്ങനെ ഇത് കണ്ടിട്ട് എന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടർ സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. കാരണം ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലീഡിങ് ആയിട്ട് കിടക്കുകയാണ്. ഇത് കണ്ട് എന്നെ ശുശ്രൂഷിക്കാൻ, എന്നെ സർജറിക്ക് വേണ്ടി എന്നെ ഒരു ഡോക്ടറെ നിർദ്ദേശിച്ചു. ഡോക്ടർ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു 40% ഗ്യാരണ്ടി തരാം, അതിൽ കൂടുതൽ യാതൊരു ഗ്യാരണ്ടിയും എനിക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാത്രി തന്നെ ഡോക്ടർ 12 മണിയായി ഏകദേശം ഈ സന്ദർഭങ്ങൾ, ഈ ഒരു കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ രാത്രി 12 മണിക്കാണ് ഡോക്ടറിനെ വന്ന് കണ്ടിട്ട് പോകുന്നത്. രാത്രി 12 മണിക്കും രാവിലത്തെ ഉച്ചയ്ക്ക് 12 മണിക്കും ഇടയിൽ എനിക്ക് ഏകദേശം 8 പ്രാവശ്യം ഫിക്സ് അടിച്ചു. ഓരോ ഫിക്സ് അടിക്കുമ്പോഴും ഡോക്ടർക്ക് എൻ്റെ മേലുള്ള പെർസെൻറ്റേജ്, തന്നിരിക്കുന്ന പ്രതീക്ഷയുടെ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കളെ അറിയുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയുന്നവർ ഒക്കെ, എന്നെ അറിയാവുന്നവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമെന്ന് വണ്ണം ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു എൻ്റെ സർജറിക്ക് എന്നെ കയറി. സർജറിയിലോട്ട് കയറുന്ന സമയത്തും എനിക്ക് ബോധമില്ല. ഞാൻ ബോധമുണ്ടോയെന്ന് ചോദിച്ചാൽ ബോധമുണ്ട്, എന്നാൽ എനിക്ക് ഒന്നും ആരെയും നോക്കാനോ എടുക്കാനോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല ഞാൻ. ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അടുത്ത ഫിക്സ് അടിച്ച് ഞാൻ വല്ലാതെ ക്രിട്ടിക്കലായി മാറാനിടയായി. എന്നെ ശുശ്രൂഷിക്കുന്നവർ അവരെ കൈയോട് കൈ കോർത്ത് പിടിച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് സർജറിയിലേക്ക് കയറിയത്. ഞാനൊരു 7th ഡേ ഹോസ്പിറ്റലിലായിരുന്നു സർജറിക്ക് വേണ്ടി കയറിയത്. അതിനു മുൻപ് തന്നെ പറയട്ടെ, ഞാൻ ഈ ICU കിടക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്നു കൊണ്ട് എന്നോട് ശുശ്രൂഷിക്കുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് പറഞ്ഞു, ഇനി എഴുന്നേക്കത്തില്ല, ഇനി ആ ഹസ്ബൻഡിന് കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായുള്ളൂ, ഇനി ഒന്നിനും കൊള്ളാത്തില്ല, ഇനി കല്യാണം കഴിഞ്ഞാൽ ഇനി എഴുന്നേറ്റ് നടക്കത്തില്ല എന്നവർ വിധി എഴുതാൻ തുടങ്ങി. ഇത് ഞാൻ എൻ്റെ കാതുകളിൽ കേട്ടു. ഇതെല്ലാം കഴിഞ്ഞ് സർജറിക്ക് കയറ്റിയ ഒരു ക്രേനിയോട്ടമി പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അവളുടെ BP, അവളുടെ വൈറ്റൽസ് എല്ലാം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്.
ഒരു നേഴ്സ് എന്ന നിലയിൽ അത് അത്യാവശ്യം അതെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതുമാണ്. അവിടെ ചെന്ന് സർജറിക്ക് കയറ്റി അവർ നോക്കുമ്പോൾ എൻ്റെ BP-ക്കോ എൻ്റെ സാച്ചുറേഷനോ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. എന്നെ അവർ ഈസിലി എനിക്ക് വേണ്ടി വെന്റിലേറ്റർ വരെ റെഡിയാക്കിയിട്ടാണ് ഇവർ സർജറിക്ക് വേണ്ടി കയറ്റിയത്. എന്നാൽ ഇവർ നോക്കുമ്പോൾ എനിക്ക് കൃത്രിമ ഓക്സിജൻ്റെ ആവശ്യമേ എനിക്ക് വേണ്ടി വന്നില്ല. ഞാൻ നോർമലായിട്ട് ശ്വസിക്കുന്നുണ്ട്. നോർമലായിട്ട് ഒരു സർജറി കഴിഞ്ഞ് തലയൊട്ടിയുടെ ഒരു ചെറിയ ഫ്ലാപ്പ് എടുത്ത് എൻ്റെ വയറ്റിനകത്ത് വെച്ചു. എന്നിട്ട് സർജറി കഴിഞ്ഞ് എന്നെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. കാരണം തിരിച്ച് പിന്നെയും ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അടച്ചു വച്ചിട്ട് പിന്നെയും തുറക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർ തിരിച്ച് വയറ്റിലെടുത്ത് വെച്ചിട്ട് അവർ തിരിച്ചെന്നെ ICUലേക്ക് വിട്ടത്. ആ ഒരു ദിവസം വളരെ നിർണായകമായിരുന്നു. കാരണം എനിക്ക് ബോധം വന്നാൽ മാത്രമേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ എത്രത്തോളം എനിക്ക് എത്രത്തോളം നോർമലാണ്, ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ ഔട്ടായോ, ഞാൻ ഹാഫ്ലി ആണോ പാരലൈസ്ഡ്, എൻ്റെ കണ്ടീഷൻ എന്തുവാണെന്ന് എനിക്ക് ബോധം വന്നതിന് ശേഷം മാത്രമേ അവർക്ക് പറയാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബോധം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ കണ്ണ് തുറന്നു കഴിഞ്ഞ് വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ജസ്റ്റ് ഇത്രയും പറഞ്ഞു, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ഫൈനലൈസ് ചെയ്ത് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവർ ഒരെണ്ണം വരാവുന്ന ഒരു സൈഡ് എഫക്റ്റിൽ നിന്ന് അത് വെട്ടിമാറ്റി. തുടർന്ന് എന്നോട് ഡോക്ടർ ചോദിച്ചു, നിൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കാണിക്കാം, നീ ആദ്യം എന്നെ ഒന്ന് റെക്കഗ്നൈസ് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, നീ എന്നെ ശുശ്രൂഷിച്ച ഡോക്ടറുടെ പേര് പറഞ്ഞു. ഇതിന് ശേഷം ഓരോരുത്തരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എല്ലാവരെയും റെക്കഗ്നൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് കൈ ഉയർത്താൻ പറഞ്ഞു. ഞാൻ പതുക്കെ കൈ ഉയർത്തി. കാലുയർത്താൻ പറഞ്ഞു, കാലുയർത്തി. ഡോക്ടർക്ക് ഭയങ്കര അതിശയം. ഇന്നു വരെ തന്നെ അറൗണ്ട് 65 to 70 years ഉള്ള ഡോക്ടറാണ്. അമേരിക്കയിൽ വരെ പോയി സർജറി ചെയ്യുന്ന മനുഷ്യനാണ്. പുള്ളിക്കാരൻ ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും പെട്ടെന്ന് റിക്കവർ ആവുന്നൊരു സർജറി കണ്ടിട്ടില്ല. ഇത് എന്തോ ഒരു മിറാക്കിളാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ദിവസം ICU കിടന്നെങ്കിലും തിരിച്ച് വെളിയിൽ വന്ന് പിന്നെ ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ എന്നെ നോക്കി പറയുന്നത് ഒരു മിറാക്കിളാണ്, ഇതെന്തോ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഒരു വലിയ മിറാക്കിളാണ് സംഭവിച്ചേക്കുന്നത്. കാരണം എൻ്റെ കൂടെ അന്ന് സർജറി നടന്ന ഞാൻ കിടന്ന ICUവിൽ ഏകദേശം 6 പേരോളം ഉണ്ടായിരുന്നു ക്രേനിയോട്ടമി സെയിം കേസിൽ അഡ്മിറ്റ് ആയത്. ആ 6 പേരിൽ ഞാൻ മാത്രമേ ഉള്ളൂ നോർമലായിട്ട് രക്ഷപ്പെട്ടത്. അതൊരിക്കലും എൻ്റെ കഴിവിൻ്റെ ഇതുകൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഒരു വലിയ ഗിഫ്റ്റാണ്. എൻ്റെ ദൈവം അവിടെ ഇറങ്ങി വന്നതാണ് പ്രാർത്ഥനയുടെ ശബ്ദത്തിൽ. ആ പ്രാർത്ഥന ഭൂമിയിൽ നിന്ന് പൊങ്ങിച്ചെന്നപ്പോൾ ദൈവം എനിക്ക് സൗഖ്യമായിട്ട് ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ചതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനത് റിക്കവറായി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പിന്നെയും നഴ്സിംഗ് ജോലിക്ക് വേണ്ടി പോയി. എന്നാലും നഴ്സിംഗ് ജോലിയായിട്ട് ചെയ്യാതെ ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങി. നഴ്സിംഗ് ടീച്ചിങ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2015 ഞങ്ങൾ അവിടെ ചെറിയൊരു ബിസിനസ്സൊക്കെ ആരംഭിച്ച് ഞാനും ഹസ്ബൻഡും കൂടെ അവിടെ താമസിക്കുമായിരുന്നു. 2014 ജനുവരിയിലാണ് എൻ്റെ സർജറി കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് ഇറങ്ങി. ഞങ്ങളവിടെ ഒരു ചെറിയൊരു ബിസിനസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്ന് ചെറുപ്രായം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ മുതൽ ദൈവവേലയ്ക്ക് എന്നുള്ള ഒരു വലിയ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്ന വർക്കിന് ഞങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാതെ വരാൻ തുടങ്ങി. അപ്പോഴേ ഞങ്ങളുടെ മനസ്സിൽ ഒരു സംശയം തോന്നി, ഇതെന്താ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് എന്താ കിട്ടാത്തതെന്ന്. എന്നൊരു ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു, നീ ദൈവവേലയ്ക്കുള്ളതാണ്. തുടർന്നുള്ളത് അടുത്ത 2015 ഏകദേശം ഒരു പകുതി ആയപ്പോൾ മുതൽ എനിക്ക് വയറുവേദന സിവിയറായിട്ട് വരാൻ തുടങ്ങി. എങ്കിലും ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് പറഞ്ഞ് ലീവ് ചെയ്തുകൊണ്ടിരുന്നു.
അങ്ങനെ കുറച്ച് ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സൂററ്റിൽ നിന്ന് നാട്ടിലേക്ക് വരാനിടയായി. നാട്ടിൽ വന്ന് ചെന്നൈയിലേക്ക് ഞങ്ങൾ വന്നു. ചെന്നൈയിൽ വന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ കർത്താവിന് വേണ്ടി ഞങ്ങളെ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനിടയായി. അങ്ങനെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഡിസൈഡ് ചെയ്തു, ദൈവം നമ്മളോട് വ്യക്തമായി സംസാരിച്ചിട്ട് നമുക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയാൽ മതി, ഇല്ലാതെ നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഹസ്ബൻഡിൻ്റെ ഫാദർ ഒരു നല്ലൊരു ബിസിനസ്സാണ്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 25 പേരോളം ജോലി ചെയ്യുന്ന ഒരു വലിയ കമ്പനിയിൽ ഞങ്ങൾ അന്നേരം കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു, എന്തിനാ വെറുതെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്, അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇതല്ല എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അടുത്ത അടി എന്ന പോലെ ഈ വയറുവേദന ഇങ്ങനെ ഞങ്ങളെ പുറകെ നടന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ വയറുവേദന എടുത്തിരിക്കുന്ന സമയത്ത് നല്ല വയറുവേദന ഉണ്ടല്ലോ എന്ന് പറയുന്നത്, ഹസ്ബൻഡ് അന്നൊരു ആസാമിലേക്കൊരു ചെറിയ മിഷണറി ട്രിപ്പായിട്ട് പോകാനിടയായി. മിഷണറി ട്രിപ്പായിട്ട് പോയി ഒരു 2 മാസം കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ആ സമയത്താണ് ഈ വയറുവേദന സിവിയറായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഇവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ അഡ്മിറ്റ് ചെയ്യുകയും ഡോക്ടർ ചെന്ന് കണ്ട്, ഈ ഇത്രയും വേദനയുള്ള കൊച്ച് എങ്ങനെയാണ് താൻ ഇത്രയും വേദന സഹിച്ചേ എന്ന് എന്നോട് ആദ്യം ചോദിക്കാനിടയായി. ഇത്രയ്ക്ക് വേദന തിന്നാൻ പറ്റും, കാരണം അത്രയ്ക്ക് ആ ലെവലിലായിരുന്നു. ആ ഒരു ഗോൾ ബ്ലാഡറിൻ്റെ പിത്തസഞ്ചിയുടെ അവിടെ ഒരു ചെറിയൊരു സ്റ്റോൺ വന്നിട്ട് അതിന് നെക്കിൽ വന്നിരുന്ന് പഴുത്ത് കംപ്ലീറ്റായിട്ട് പഴുപ്പായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ അഡ്മിറ്റ് ആകുന്നത്. അകത്ത് എന്താണ് പോലും നടക്കുന്നതെന്ന് അറിയാതെയാണ് ഞാൻ ഈ വയറുവേദനയും കൊണ്ട് നടക്കുന്നത്. അന്നേരം ദൈവത്തിൻ്റെ കൃപ എന്ന വണ്ണം അവിടെയും ദൈവം എന്നെ വിടുവിച്ചു. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെ ദൈവം എന്നെ വിടുവിച്ചു. അപ്പോഴേക്കും വർഷങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് അപ്പോഴും തലമുറകളില്ല. ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏകദേശം ഒരു 2-3 വർഷം പിന്നെയും ഞാൻ തിരിച്ചു പോയിട്ട് എന്നോട് എല്ലാവരും പറഞ്ഞു, ഇത് 2ാമത്തെ വിടുതലാണ്, നീ ഒരു കാര്യം ചെയ്ത് നീ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇതൊന്നും പിന്നെയും ചെവി കൊണ്ട് കേട്ട ഭാവം പോലും നടിക്കാതെ ഞാൻ പിന്നെയും ഇല്ല, ഞാൻ ഇന്നും കുറച്ചുകൂടെ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും മദ്രാസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് വിഭാഗം നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്തു. അങ്ങനെ പീഡിയാട്രിക് കാർഡിയോളജി നേഴ്സായിട്ട് ഞാനിങ്ങനെ ജോലി ചെയ്യുമ്പം എനിക്ക് കുഞ്ഞുങ്ങളോടുള്ള വലിയ വാത്സല്യവും വലിയ സ്നേഹവുമാണ് എനിക്ക് ഈ ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിച്ച് ഞാൻ വിടും. അപ്പം ഞാൻ മനസ്സിൽ പറയും, ഇതൊരു ശുശ്രൂഷയാണ്. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചാണ് ഞാൻ സർജറിക്ക് വിടുന്നത്, അവരെ റിസീവ് ചെയ്യുന്നതും അവരെ കെയർ ചെയ്യുന്നതും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചാണ്. ഇതൊരു കർത്താവിൻ്റെ വേലയാണ് എന്നുള്ള നിലയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ വെളിയിലേക്ക് പോകാനായിട്ട് പേപ്പർ വർക്ക്സ് ഞാൻ തനിയെ ശ്രമിക്കാനിടയായി. എന്നാൽ ഒന്നും തന്നെ എനിക്ക് വെളിയിലോട്ട് പോകാൻ ട്രൈ ചെയ്യുന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കത് സക്സസ് ആയിട്ട് മാറ്റാൻ പറ്റുന്നതേ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷകൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട്, ഇതുപോലെ നിങ്ങൾക്കിതൊരു ലാസ്റ്റ് കോളാണ്, നിങ്ങൾ ഇതിന് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വേറെ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ 25 പേര് ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഞങ്ങൾക്ക് 1 കോടി ടേൺ ഓവറിൽ കമ്പനി റൺ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം കമ്പനിയുടെ കംപ്ലീറ്റ് ജോലിക്കാർ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പോയി. എന്താ റീസൺ? ശമ്പളം ഇല്ലാഞ്ഞിട്ടല്ല, തിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, ഒന്നുമല്ല. എന്താ സാഹചര്യം? ഓരോരുത്തർക്ക് വേണമെങ്കിൽ വേറെ ഗൾഫിലേക്ക് ജോലി വന്നു. അങ്ങനെ ഓരോരോ കാരണങ്ങളാൽ കമ്പനിയിൽ നിന്ന് ആൾക്കാർ പോയി. അവസാനം ഒരു മനുഷ്യൻ പോലും കമ്പനിക്കകത്തില്ല. ഓൺ ദ സഡൻ ഞങ്ങളുടെ കമ്പനി സ്റ്റോപ്പ് ആവാനിടയായി. അപ്പോൾ അന്നേരവും ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇത്. അപ്പോഴും ഞങ്ങളുടെ മനുഷ്യ മനസ്സിൽ ഞാനൊരു നേഴ്സാണ്, എന്നെ കൊണ്ട് കഴിയും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കർത്തൃദാസൻ ഞങ്ങളോട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് അവസാനത്തെ കോൾ എന്ന വണ്ണം പറഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും കർത്താവിൻ്റെ വേലയ്ക്ക് പഠിക്കാനായിട്ട് കൊട്ടാരക്കര ബൈബിൾ കോളേജിൽ പഠിച്ചു. ഏകദേശം അപ്പോൾ തന്നെ ഞങ്ങൾക്ക് 6
6-7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്തദാസൻ ഞങ്ങളോട് പറഞ്ഞു, കർത്താവ് ഗർഭത്തെ അടച്ചു വച്ചേക്കാണ്, ഈ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുവാണ്. പക്ഷേ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ദൈവം ചില വഴികൾ ദൈവം തുറന്നു തരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്കറിയില്ല. കയറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പലരും പറഞ്ഞു, ഈ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് 2 പിള്ളേരെ ദൈവം തരും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു, എനിക്ക് വേറെ ചാൻസസ് ഇല്ലല്ലോ, കിട്ടത്തില്ല എന്നുള്ള നിലയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ കൊറോണയുടെ രൂപത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം. ഞാൻ എപ്പോഴും പറയും, എല്ലാവർക്കും കൊറോണ ദുഃഖം വിതച്ചുവെങ്കിൽ എനിക്കൊക്കെ കൊറോണ സന്തോഷമേ വിതച്ചുള്ളൂ. കാരണം ആ കൊറോണയുടെ സമയത്താണ് ഞങ്ങൾക്ക് 2 തലമുറകളെ സ്വർഗത്തിലെ ദൈവം നൽകിയത്. അതും 2 പേര്, ഒരു ആണിനെയും പെണ്ണിനെയും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി. ആ ആണിനെയും പെണ്ണിനെയും നൽകിയെന്ന് പറഞ്ഞാലും അതിൻ്റെ 7-ാം മാസത്തിലാണ് എനിക്ക് പ്രീടേം ഡെലിവറി ആയിരുന്നു. എൻ്റെ 31ാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആയില്ല, 31 ആഴ്ച സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പ്രഗ്നൻസി പെയിൻ വരികയും എന്നെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തപ്പോൾ മുതൽ മോൾക്ക് യാതൊരു റെസ്പോൺസും ഇല്ല. മോളെ നോക്കിയ ഡോക്ടർ പറഞ്ഞു, അവളുടെ സ്റ്റിൽ ബർത്ത്, ചത്ത കൊച്ചിനെ എങ്ങനെ എടുക്കുന്നു അതുപോലെയാണ് അവളെ എടുത്തത്. പെട്ടെന്ന് തന്നെ അവളെ ഇൻറ്റുബേറ്റ് ചെയ്ത് അവളെ വെന്റിലേറ്ററിൽ വെച്ചു. മോൻ ചെറിയൊരു കരച്ചിലോടുകൂടി ഇറങ്ങിയെങ്കിലും 2 പേരും ഏകദേശം 1,700 വെയിറ്റിലാണ് അവർ ജനിച്ചത്. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും അവരെ പരിശോധിച്ച ഡോക്ടർമാർ ഞങ്ങൾക്ക് നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായിട്ടൊന്നും തരാൻ, കാരണം അവർ ജീവിക്കുമോ എന്നുള്ളൊരു സാഹചര്യം ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം ഒരു കുഞ്ഞിന് ഹാർട്ടിന് പ്രോബ്ലം, ഒരു കുഞ്ഞിന് എന്നെപ്പോലെ തന്നെ തലയ്ക്കകത്ത് ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മോനാണെങ്കിൽ ശ്വസിക്കാൻ കഴിയുന്നില്ല, അവൻ്റെ ലങ്സിനൊട്ടും കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡേ ബൈ ഡേ ഓരോ നെഗറ്റീവ് റിസൾട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഏകദേശം 28 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞങ്ങൾ ഭവനത്തിൽ തിരിച്ചു വന്നു. ഇതുവരെയും ദൈവൻ്റെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആൺ പൈതലിനെയും പെൺ പൈതലിനെയും ദൈവം നൽകി. അവിടെയും ദൈവത്തിൻ്റെ കരുതൽ. ഒരുപക്ഷെ പലവിധമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുടെ ജീവന് വരെ അപകടമാവുന്ന സിറ്റുവേഷൻ. കാരണം കുഞ്ഞ് ശ്വസിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഫുൾ ടൈം ഓക്സിജൻ സപ്പോർട്ടിലായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു മരുന്ന് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരം വന്നവണ്ണം അവിടെ ദൈവത്തിൻ്റെ വിടുതൽ ഇറങ്ങി വന്ന് അനുഭവിച്ചറിയാൻ ദൈവം സഹായിച്ചു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ആ പ്രയാസത്തിൻ്റെ നടുവിൽ ദൈവമുണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട്. ഒരു അദൃശ്യമായ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. അത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കാം, പ്രയാസങ്ങളിലൂടെ ആയിരിക്കാം, വേദനകളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഒരു ദൈവമുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ നമുക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള വേദനയായിരിക്കാം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കണം, ഞാൻ ദൈവത്തിൻ്റെ കയ്യിലാണ്, എൻ്റെ ദൈവത്തിൻ്റെ മാറോട് ചാരിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വേദന സഹിപ്പാനുള്ള കൃപ ദൈവം തരും. ദൈവം തന്നെ പറയുന്നുണ്ട്, നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷയൊന്നും ദൈവം തരുന്നില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷയൊന്നും ദൈവം തരുന്നില്ല. പരീക്ഷയോടുകൂടി അതിൻ്റെ പോക്കുവഴിയും ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികൂല നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള അതിൻ്റെ ആൻസർ കീയും കൂടെ, അതിനുള്ള സൊല്യൂഷനും കൂടെ നിങ്ങളുടെ കൂടെ തന്നെ, ഒരു സൈഡിൽ തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്നർത്ഥം. അപ്പോൾ നമുക്ക് ആ ഒരു കഷ്ടത സന്തോഷത്തോടെ സ്വീകരിപ്പാൻ ഇടയാവും. ആ കഷ്ടത സഹിച്ചു കഴിയുമ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് സഹിഷ്ണുത വരത്തുള്ളൂ. സഹിഷ്ണുത കഴിയുമ്പോഴേ നമുക്ക് സിദ്ധത, പ്രത്യാശ വരത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലെ കഷ്ടതകളൊക്കെ സഹിച്ചിട്ട് നമ്മുടെ അരിമ മണവാളൻ സ്വർഗത്തിൻ്റെ കിളിവാതിൽ നിന്ന് നമുക്ക് വേണ്ടി തുറന്ന് നമ്മളെ അവിടേക്ക് വിളിച്ച് കയറ്റുമ്പോൾ, കർത്താവിൻ്റെ 2ാം വരവിൽ നമ്മൾ അവിടെ എടുക്കപ്പെടുമ്പോൾ, ഇതിനൊക്കെ ഈ കടുന്ന കഷ്ടതകൾക്കെല്ലാം അതിൻ്റെ പ്രതിഫലം അവിടെ ചെന്ന് നമുക്ക് പ്രാപിക്കാനിടയാവും. അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഇതിനായി ഇത്രയും അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ പ്രവർത്തകരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു.
നന്ദി.